നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വയ്ക്കാനായില്ല. കടുവ കാട് കയറിയിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ വനം വകുപ്പ്. അടുത്ത ദിവസവും ദൗത്യം തുടരും. ഇതിനിടെ വനം വകുപ്പിനെതിരെ പ്രദേശവാസികൾ. കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ അത് റവന്യൂ വകുപ്പിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ചിലർ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കയ്യേറ്റങ്ങൾ തടയുവാനും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും പോലീസിനും അധികാരമുണ്ടെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. CPI കുടിയേറ്റക്കാർക്കൊപ്പവും കയ്യേറ്റക്കാർക്കെതിരെയുമാണെന്നും K. സലിംകുമാർ. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം നിവാസികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്നതിനുള്ള അധികാരം വനംവകുപ്പിന് ആരും കൽപ്പിച്ചു നൽകിയിട്ടില്ലെന്നും ഡീൻ കുര്യാക്കോസ്. പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന ആരോപണവുമായി കുടുംബം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ DYSPക്ക് പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വയ്ക്കാനായില്ല. കടുവ കാട് കയറിയിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് വനം വകുപ്പ്. സ്നിഫർ ഡോഗ് വനാതിർത്തി മേഖലയിൽ വരെ എത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസവും ദൗത്യം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനിടെ വനംവകുപ്പിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് തേക്കടിയിൽ നിന്നും സ്നിഫർ ഡോഗിനെ എത്തിച്ച് പരിശോധന നടത്തിയത്. കടുവയെ കണ്ട സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ അകലെ വരെ സ്നിഫർ ഡോഗ് എത്തി. കടുവ ഹില്ലാഷ് അരണക്കൽ മേഖലയിലേക്ക് നീങ്ങിയതായാണ് വനംവകുപ്പ് പറയുന്നത്. വനാതിർത്തി മേഖലയായതിനാൽ കടുവ വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കാമെന്ന സംശയം ദൗത്യസംഘത്തിനുണ്ട്. ഈ മേഖലകളിൽ 2 കൂടുകൾ കൂടി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. പരിശോധന തിങ്കളാഴ്ചയും തുടരും. കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കുമെന്ന് കോട്ടയം DFO N. രാജേഷ് വ്യക്തമാക്കി. രാവിലെ ട്രാക്കർ ഡോഗിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഏരിയയിലൊന്നും നമുക്ക് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ അവിടെ മൂവ് ചെയ്തതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇത് നേരത്തെ വന്നിരുന്ന ട്രാക്കിന്റെ അവിടെ റിസർവ് ഫോറസ്റ്റിന്റെ ബൗണ്ടറി ആണ്. അപ്പോൾ അവിടുന്ന് കാട്ടിനകത്തോട്ട് തൽക്കാലത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ക്യാമ്പ് തുടരും. ക്യാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 24/7 ക്യാമ്പ് ഇവിടെ തന്നെ തുടരും. മാത്രമല്ല ഇപ്പൊ ഇന്ന് നമ്മൾ ഈ മയക്കുവെടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും ഈ കണ്ടിന്യൂ ചെയ്യും. ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല. ടീംസ് എല്ലാം കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും നമുക്ക് പ്രസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെയുള്ള ജനങ്ങൾ നേരത്തെ ആശങ്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെ ഒരു സ്കൂളുണ്ട്, അവിടെ എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വെള്ളം എടുക്കുന്ന ഒരു ചതുപ്പ് താഴെയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം സ്റ്റാഫിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ, എക്സാമിന്റെ സമയത്ത് സ്കൂളിൽ ഫുൾ ടൈം പ്രൊട്ടക്ഷൻ കൊടുക്കും. അതല്ലാത്ത സമയത്ത് ഇപ്പോൾ ലയത്തിന്റെ ഭാഗങ്ങളായാലും ഇവിടെയുള്ള ഈ ക്യാമ്പ് കണ്ടിന്യൂ ചെയ്യും. സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതുകൂടാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗും തുടരും. ഇതിനിടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നു. വനംവകുപ്പ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ആട്, പശു, അങ്ങനത്തെ ഈ മൃഗങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ വന്യമൃഗം ഈ ഇടക്കാലം കൊണ്ട് ഈ വന്യമൃഗം വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ, അത് വന്ന് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അവമ കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിന് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് താഴ്മയായി നിങ്ങളോടും മീഡിയക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും സർക്കാരിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തൊഴിലാളികൾക്കും ലയങ്ങൾക്കും പരീക്ഷ നടക്കുന്ന സ്കൂളിലും വനംവകുപ്പിന്റെ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന കോട്ടയം DFOയുടെ ഉറപ്പിലാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ അത് റവന്യൂ വകുപ്പിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ചിലർ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കയ്യേറ്റങ്ങൾ തടയുവാനും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും പോലീസിനും അധികാരമുണ്ടെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. ജില്ലയിൽ എവിടെ കയ്യേറ്റമുണ്ടെങ്കിലും അത് ഒഴിപ്പിക്കുകയും അത്തരം ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യണം. കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും രണ്ടായി തന്നെ കാണുന്ന പാർട്ടിയാണ് CPI കുടിയേറ്റക്കാർക്കൊപ്പവും കയ്യേറ്റക്കാർക്കെതിരെയുമാണെന്ന് K. സലിംകുമാർ പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് എന്താ, കയ്യേറ്റം 2 തരമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു തരമുണ്ടോ? കയ്യേറ്റത്തിന് 2 തരമില്ല. കയ്യേറ്റത്തിന് 1 തരമേ ഉള്ളൂ. സർക്കാരിന്റെ ഭൂമി ആര് കയ്യേറിയാലും അത് ചെറുതും വലുതുമാണെങ്കിൽ അത് കയ്യേറ്റം തന്നെയാണ്.
ചെറിയ കയ്യേറ്റക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആര് രംഗത്ത് വന്നാലും അതിനോട് അനുകൂലിക്കുന്ന പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ചെറുതായാലും വലുതായാലും എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന നിലപാടാണ് നമുക്കുള്ളത്. എന്താണ് കയ്യേറ്റക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഉയർന്നു വരുമ്പോൾ ചില ആളുകൾ പറയുന്നത് എന്താ, റവന്യൂ വകുപ്പിന് കുഴപ്പം, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മൊത്തം അഴിമതിക്കാര്, റവന്യൂ മന്ത്രി കുഴപ്പക്കാരൻ, റവന്യൂ മന്ത്രി പാർട്ടിക്കാര് അവരും കുഴപ്പക്കാര്. ഇതല്ലേ ഇപ്പൊ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ ചർച്ച നടക്കുന്നത്? എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മാത്രമാണോ കയ്യേറ്റക്കാരെ സഹായിക്കുന്നത്? കയ്യേറ്റ ഭൂമിയിൽ വൻകിട കെട്ടിടങ്ങൾ പണിയുവാൻ വേണ്ടി അനുമതി കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പല്ലേ, പഞ്ചായത്ത് സെക്രട്ടറിമാരടക്കമുള്ളവരല്ലേ? എന്തിനാ ആരും മിണ്ടാത്തത്? ഈ നാട്ടിൽ എന്ത് നടന്നാലും അറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. എന്തിനാ കയ്യേറ്റം നടക്കുന്ന കാര്യം പോലീസ് അറിയുന്നില്ലേ? നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് തടയാൻ ഉത്തരവാദിത്തമുണ്ട് പോലീസിന്. പക്ഷേ അവരെല്ലാം മാറ്റി നിർത്തി ഇതിന്റെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്തം CPI ഏറ്റെടുക്കണമെന്ന നിലയിലേക്കാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. ആരാണ് പരുന്തുംപാറയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് ആദ്യമായി ഇടുക്കി ജില്ലയിൽ പറഞ്ഞത്? CPI ആണ്. CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാനാണ് ആദ്യമായി പറഞ്ഞത് പരുന്തുംപാറ, മഞ്ചുമല, പീരുമേട്, വണ്ടിപ്പെരിയാറിന്റെ ഒരു ഭാഗത്തുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടയാള് ഞാനാണ്, CPIയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ. കയ്യേറ്റം ഏത് കാലത്ത് നടന്നു എന്നതല്ല പ്രശ്നം. സർക്കാരിന്റെ ഭൂമി ടൂറിസ്റ്റ് പ്ലേസുകളിൽ വൻകിടക്കാരെന്ന പേരിലോ ചെറുകിടക്കാരെന്ന പേരിലോ കയ്യേറ്റം നടക്കുകയാണ്. ആ കയ്യേറ്റങ്ങളെല്ലാം തിരിച്ചു പിടിച്ച് ആ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് അത് സർക്കാരിന്റെ കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ ആ കെട്ടിടങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന നിലപാടാണ് CPIക്കുള്ളത്. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം നിവാസികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്നതിനുള്ള അധികാരം വനംവകുപ്പിന് ആരും കൽപ്പിച്ചു നൽകിയിട്ടില്ല. ധിക്കാര നടപടിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവകാശപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ റെക്കോർഡ്സിൽ തന്നെ ഉള്ള ആ രാജപാത അത് തുറന്നു കിട്ടണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനാവശ്യമായി അത് അടച്ചു വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. ആ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുൻപോട്ട് പോയി. അതിനുശേഷം തിരിച്ചുപോയ മാങ്കുളത്തേക്ക് തിരിച്ചുപോയിട്ടുള്ള ആളുകളെയാണ് നെടുമ്പാശ്ശേരിയിൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു നിർത്തി കേസെടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ, നീതിരഹിതമായ ഫാസിസ്റ്റ് നടപടിയാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ആരും ഇവിടെ ഈ വിധത്തിൽ ജനങ്ങൾക്ക് മേലെ കുതിര കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കൽപ്പിച്ചു നൽകിയിട്ടില്ല. ജനകീയ സമരത്തിന് മുന്നിൽ ഏത് സർക്കാരും മുട്ടുമടക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ധിക്കാരപരമായി പെരുമാറുകയും മാങ്കുളത്തു നിന്നുള്ള ആളുകളെ വടിയിൽ തടഞ്ഞു നിർത്തി കേസെടുക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ജനകീയ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മാങ്കുളം നിവാസികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന ആരോപണവുമായി കുടുംബം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ DYSPക്ക് പരാതി നൽകി. എസ്റ്റേറ്റ് പൂപ്പാറ കൊച്ചിപ്പറമ്പിൽ സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ 45 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ 12-ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ജനുവരി 24-നാണ് മാരിയമ്മ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് അന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതായി മാരിയമ്മ പറയുന്നു. താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ 12-ന് ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുഞ്ഞിന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം വൈകുന്നേരം 3 മണിയോടെ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ ആരംഭിച്ചു. തുടർന്ന് ആദ്യം രാജകുമാരിയിലും പിന്നീട് രാജാക്കാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ഉടൻ വിദഗ്ധ ചികിത്സ വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ഹൃദയമിടിപ്പ് താഴ്ന്ന് മരണം സംഭവിച്ചു.
ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ഹൃദയത്തിന് വലിപ്പം കൂടുതലായതുകൊണ്ടും ശ്വാസകോശത്തിലെ അണുബാധയുമാണ് മരണകാരണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മരണത്തിന് കാരണം സർക്കാർ ആശുപത്രിയിൽ നിന്നും വാക്സിൻ എടുത്തതിലുണ്ടായ പിഴവാണെന്ന് മാതാവ് മാരിയമ്മ പറഞ്ഞു. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല. കൊച്ചിന് അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ലപോലെ കളിച്ചിട്ടും ചിരിച്ചോണ്ടും ഇരുന്ന കൊച്ചാ. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ഇങ്ങനെയൊക്കെ പറ്റിയത്. അതിനു മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊച്ചിന് എന്തോ ഹൃദയത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഹൃദയം ഇച്ചിരി വലുതായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതാണെങ്കിൽ പ്രശ്നമാണെങ്കിൽ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ ഡെലിവറി ഒക്കെ. എല്ലാം നോർമലാ, കൊച്ചിന് ഒരു പ്രശ്നമില്ല, എല്ലാം നോർമലാന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടേ. അപ്പൊ അവർക്കറിയില്ലായിരുന്നു, കൊച്ചു ജനിച്ചപ്പോഴേ അത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്കറിയില്ലായിരുന്നു, അവർക്ക് പറഞ്ഞൂടെ? അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ ഇപ്പൊ എടുക്കാൻ പറ്റിയല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കൊച്ചു പോയില്ലേ. കൊച്ചു ജനിച്ചപ്പോഴേ ആ പ്രശ്നം കാണൂലായിരുന്നോ? കൊച്ചുണ്ടായി എല്ലാ സ്കാനും 4 സ്കാനും എടുത്തിട്ടുണ്ട്. എന്റെ 10 മാസം വരെ അവിടെ ചെക്കപ്പിന് പോയിട്ടുണ്ട്. 10 മാസത്തിൽ 4 സ്കാൻ എടുത്തിട്ടുണ്ട്. എല്ലാ സ്കാനിലും അറിയുമായിരുന്നല്ലോ. അപ്പൊ അവർ കെയർലെസ് ആയിട്ട് ഇരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ എന്റെ കൊച്ചു പോയത്. അവർക്ക് അത്രയും കെയർലെസ് ആണോ? കുഞ്ഞിന്റെ ജനനശേഷം നടത്തിയ ആരോഗ്യ പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് കണ്ടെത്തിയതാണ്. അതിനാൽ കുഞ്ഞിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് മാരിയമ്മ മൂന്നാർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികളുടെ പ്രതിഷേധം. തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലാണ് വിശ്വാസികൾ പ്രതിഷേധിച്ചത്. ഷൈനിയെയും മക്കളെയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. കുർബാനയ്ക്ക് ശേഷം പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് വിശ്വാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ മരിച്ച ഷൈനിക്കും മക്കൾക്കും ആ വീട്ടിലൊരു അച്ഛനുണ്ട്, ബോബി. ആ ബോബി അച്ഛൻ വിചാരിച്ചാൽ ഈ പ്രശ്നം മുഴുവൻ തീർന്നാനെ. അച്ഛനൊരു വൈദികനല്ലേ. ഈ അച്ഛൻ ബാക്കിയുള്ള കുംസാരക്കൂട്ടി കയറിയൊന്ന് കുംസാരിപ്പിക്കുകയും ബാക്കിയുള്ള എല്ലാ ഓരോ ഇടവയിലും പോയി അവർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല? ഇനി അതുപോലെ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തെ ഞങ്ങളുടെ രൂപതയിൽപ്പെട്ട ഇഷ്ടം പോലെ വേറെ വൈദികരുണ്ടായിരുന്നു. അവരെ വിളിച്ച് ഇവരെ വീട്ടിലൊരു കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരെ മാറ്റി പറപ്പിക്കുകയോ എന്തുകൊണ്ടും ജീവിതത്തിലായിരുന്നു. ഇവരെ ഈ വീട്ടിൽ നിന്ന് മാറ്റി വേറൊരു വീട് എടുത്ത് താമസിപ്പിക്കുന്നതിലായിരുന്നു. എങ്കിൽ ഈ അമ്മയും മക്കളും ഇപ്പോൾ നഷ്ടപ്പെടുമായിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നീതിയൊക്കെ കണക്കാണ്, തെളിവൊന്നുമില്ലല്ലോ. ആൾ മരിക്കാണ്ട് മരിച്ചു, എവിഡൻസ് ഒന്നുമില്ല. എവിഡൻസിനനുസരിച്ച് ശിക്ഷ വരുള്ളൂ. അവിടെ കഴിയുമ്പോൾ കുറേ ദിവസം ജയിലിൽ കിടക്കുക, അതിന് ജാമ്യം തന്നെ ആൾ പുറത്താകും. കേസിൻ്റെ വഴിക്ക് തന്നെ പോകും. ഒന്നും നടപടി ഒന്നുമില്ല. ഇതിനുള്ള കീഴ്വഴക്കങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പ്രാർത്ഥനയോടെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ മെർലി രാജു ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CPI കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം പുളിയൻമലയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ജില്ലയിലെ കൃഷിക്കാരെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി നിലപാടെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കട്ടപ്പനയിൽ വെച്ച് തന്നെ നമ്മുടെ സമ്മേളനം നടത്തുകയും ജില്ലയിലെ കൃഷിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകളും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭൂനിയമവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. CHRുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വനവും വന്യജീവിയും മനുഷ്യരുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ 4 ദിവസമായി നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ ജില്ലയിൽ ഭൂമി കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ വേണ്ടി ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്, CPI എന്നാണ്. ആ നിലപാട് സ്വീകരിക്കുവാൻ കഴിയുന്ന ഏക പാർട്ടിയും CPI. CPI കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം 2 ദിവസങ്ങളിലായാണ് പുളിയൻമലയിൽ നടന്നത്. പുളിയൻമല ടൗണിൽ മുതിർന്ന പാർട്ടി അംഗം NC നാരായണൻ പതാക ഉയർത്തി. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. VN നടരാജൻ രക്തസാക്ഷി പ്രമേയവും C വിപിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VK ധനപാൽ, മണ്ഡലം സെക്രട്ടറി VR ശശി, VS അഭിലാഷ്, KS രാജൻ, അയ്യപ്പൻ G, AS രാജ, KR രാജേന്ദ്രൻ, ബിന്ദുലത രാജു തുടങ്ങിയവർ സംസാരിച്ചു.
രാജകുമാരി കുരുവിള സിറ്റിയിൽ വാഹനാപകടം. തൊഴിലാളികളുമായി പോയ ജീപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കുകൾ ഇല്ല. രാജാക്കാട് ഭാഗത്തു നിന്നും പൂപ്പാറ ഭാഗത്തേക്ക് പോയ ജീപ്പാണ് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്കായി കൊണ്ടുപോകവെയാണ് കുരുവിള സിറ്റിയിൽ അപകടം നടന്നത്. രാജാക്കാട് സ്വദേശിയായ ഡ്രൈവറുടെ രക്തസമ്മർദ്ദം കൂടിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിയന്ത്രണം വിട്ട ജീപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പൂപ്പാറ ഭാഗത്തേക്ക് പണിക്കാരുമായിട്ടുള്ള ജീപ്പാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 12ഓളം പണിക്കാരായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഡ്രൈവറുടെ BP കുറഞ്ഞു പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഡ്രൈവർ ഉൾപ്പെടെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആഭ്യന്തര വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി കട്ടപ്പനയിൽ ആരംഭിച്ച സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരിൽ അടിയന്തര മാനസിക പിന്തുണയും ക്ഷേമവും വേണ്ടവർക്ക് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പിന്തുണ ആവശ്യമായ മറ്റു കേസുകൾ എന്നിവ എക്സ്റ്റൻഷൻ സെന്ററുകളിൽ റഫർ ചെയ്യും. ഇത്തരം കേസുകൾ സ്റ്റേഷനിലെ പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. മാനസിക പിന്തുണ, കൗൺസിലിംഗ് സേവനം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിലൂടെ പരാതി വ്യവഹാരതലം മെച്ചപ്പെടുത്താൻ പോലീസ് വകുപ്പിനും നിയമ സംവിധാനങ്ങൾക്കും സഹായകരമാകും. പരാതികൾക്ക് നൽകുന്ന സേവനത്തിലൂടെ അവരുടെ മാനസികതലം അവലോകനം ചെയ്യുക, അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം അഭിമുഖീകരിക്കുന്നവർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിനായി റഫറൽ സംവിധാനത്തിലൂടെ മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സ ഉറപ്പാക്കുക, മാനസിക നില മുൻകൂട്ടി പരിശോധിക്കുന്നതിലൂടെ വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിവിധ പ്രശ്നങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും തോത് കുറയ്ക്കാൻ സഹായിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിന് സമീപം ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ ചിലതൊക്കെ ചെറിയൊരു കൗൺസിലിങ്ങിലൂടെ മാറുന്നു, പക്ഷേ മറ്റു ചിലത് ഒരു കാരണവശാലും മാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം തൊട്ട് തന്നെ കെട്ടി വന്ന കാലങ്ങളിൽ തന്നെ ഇവർ വഴക്കായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയി കാണുന്നത്. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സാഹചര്യം കാരണവന്മാരാരും ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എതിരെ പോകുന്നു അല്ലെങ്കിൽ ഭർത്താവ് എതിരെ പോകുന്നു എന്ന് നോക്കാനുള്ള ഒരു സമയം മാത്രമേ വീട്ടിലുള്ളവർക്കുള്ളൂ. അവിടെ ഉണ്ടാകുന്ന ആ കുഞ്ഞുങ്ങൾ അവരെങ്ങനെ വളരുന്നു എന്നുള്ളത് മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ സത്യമായ കാര്യമാണ്. ഇത് നമ്മൾക്കാർക്കുമല്ല, ഇത് മാതാപിതാക്കൾക്ക് തന്നെ കൊടുക്കേണ്ട ക്ലാസ്സാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, വാർഡ് കൗൺസിലർ ജാൻസി ബേബി, കട്ടപ്പന SHO TC മുരുകൻ, ജനറൽ DPM IS സൗമ്യ, CDS ചെയർപേഴ്സൺമാരായ രത്നമ്മ സുരേന്ദ്രൻ, ഷൈനി ജിജി, സ്നേഹിത ജീവനക്കാരി VR മായ തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടോർ തൊഴിലാളി കോൺഫെഡറേഷൻ CITU നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാതല വാഹന പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ജാഥയ്ക്ക് സ്വീകരണം നൽകി. കട്ടപ്പനയിൽ നടന്ന സമാപന യോഗം AERTW ഫെഡറേഷൻ പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില കുറയ്ക്കുക, ഡ്രൈവർമാരെ കൽത്തുറുങ്കിലടയ്ക്കുന്ന ഭാരതീയ ന്യായ സംഹിത് സെക്ഷനുകൾ പിൻവലിക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 തൊഴിലാളി വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, അന്യായമായ പിഴയും ശിക്ഷാ നടപടികളും അവസാനിപ്പിക്കുക, അസംഘടിതരായ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക, RTCകൾക്ക് മൂലധന നിക്ഷേപം അനുവദിക്കുക, ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച 24 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് ജില്ലാതല വാഹന പ്രചരണ ജാഥ നടത്തിയത്. പുളിയമനിൽ നിന്ന് ആരംഭിച്ച ജാഥ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കട്ടപ്പനയിൽ സമാപിച്ചു. സമാപന യോഗം AERTW ഫെഡറേഷൻ പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലാളി ഒരു ദിവസം പണിമുടക്കിയാൽ 8 മുതൽ 16 ദിവസം തന്നെ ശമ്പളം വെട്ടിപ്പിടിക്കാൻ ഈ നിയമത്തിലൂടെ ലേബർ കോഡിലൂടെ കേന്ദ്രം വ്യവസ്ഥ ചെയ്തു. 16 ദിവസം ശമ്പളം വെട്ടിപ്പിടിച്ചു. നിങ്ങൾ അത്ഭുതം വിചാരിക്കും, കേരളത്തിലാവും. കേരളത്തിലെ ഗവൺമെന്റ് കീഴിലുള്ള തൊഴിലാളികളുടെ അല്ല, കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിലെ തൊഴിലാളികളുടെ ശമ്പളം വെട്ടിപ്പിടിച്ചു. അതുപോലെ അമ്പലമുകൾ അമ്പലങ്ങളിലുള്ള എണ്ണ കമ്പനികളിൽ തൊഴിലാളികളുടെ ശമ്പളം വെട്ടിപ്പിടിച്ചു. 16 ദിവസം എണ്ണ കമ്പനികൾ കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാണ്. ആ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വ്യവസായങ്ങളിലും കമ്പനികളിലുമെല്ലാം
ഈ കരിനിയമം നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മുതലാളിമാർക്ക് ഇഷ്ടം പോലെ തൊഴിലാളികളെ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. MC ബിജു ക്യാപ്റ്റനായ ജാഥയിൽ KJ ദേവസ്യ വൈസ് ക്യാപ്റ്റനും MP സുരേഷ് മാനേജരും KR സോദരൻ, G വിജയാനന്ദ്, KJ മാണി, KV ജോയി, CR സോമൻ, M കമറുദ്ദീൻ, ബെന്നി തോമസ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. സമാപന യോഗത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി TM സുരേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VR സജി, മാത്യു ജോർജ്, KV ജോയി, CR മുരളി, ടോമി ജോർജ്, ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ചിയാർ പഞ്ചായത്തിൽ വാർഡ് തല ശുചീകരണ പരിപാടി നടത്തി. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സീറോ വേസ്റ്റ് ടു കാഞ്ചിയാർ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ശുചീകരണ പരിപാടി നടത്തിയത്. സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്ന മാർച്ച് 30-ന് മുമ്പായി കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. ഇതേ തുടർന്നാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാർച്ച് 30-ന് കാഞ്ചിയാർ പഞ്ചായത്തിനെ സീറോ വേസ്റ്റ് പഞ്ചായത്തായി പ്രഖ്യാപിക്കും. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്ന ഈ മാർച്ച് 30 അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആകെ മാലിന്യമുക്ത കേരളമായും അതുപോലെ തന്നെ മാലിന്യമുക്ത കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തായും ഈ 30-ാം തീയതി പ്രഖ്യാപിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലും ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 5 കേന്ദ്രങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വാർഡ് തല മാലിന്യമുക്ത പ്രഖ്യാപനം ഇന്ന് എല്ലാ വാർഡിലും നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പഞ്ചായത്തിലെ 16 വാർഡുകളിലും ശുചീകരണ പരിപാടികൾ നടത്തി. വാർഡുകൾക്ക് പുറമെ പൊതുസ്ഥലങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ ശുചിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കൂട്ടായുള്ള ശുചീകരണത്തിലൂടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. കട്ടപ്പന അമ്പലക്കവലയിൽ CPM-ന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. വേണ്ട ലഹരിയും കൊലപാതകവും എന്ന വിഷയത്തിലാണ് അമ്പലക്കവല ആപ്കോസ് ഹാളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭയിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം, നമ്മുടെ കുട്ടികൾ പ്രത്യേകം അറകളിലായി മാറുക. ഒരുമിച്ചുള്ള യാത്രയില്ല. ഒരുമിച്ചുള്ള യാത്രകളിലെല്ലാം ഒറ്റപ്പെട്ടുള്ള യാത്രയാണ്. കുട്ടി സ്കൂളിൽ നിന്നിറങ്ങിയാൽ, സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ പ്രത്യേകമായി തീരുമാനിച്ച വാഹനത്തിൽ കയറി സ്കൂളിൻ്റെ മുറ്റത്ത് പോയി ഇറങ്ങും. അവിടെ ഇറങ്ങിയാൽ ക്ലാസ് റൂമിലേക്കാണ്. ക്ലാസ് റൂമിലെ പഠനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതേ വാഹനത്തിൽ എത്തുന്ന കുട്ടിയെ വളരെ നിർബന്ധപൂർവം വരുമ്പം മുതലേ വീണ്ടും പഠനവും പഠിപ്പീരും നിർബന്ധ ബുദ്ധികളും പലപ്പോഴും നമ്മളുടെ കുട്ടികളുടെ മാനസികമായ ആരോഗ്യത്തിനെയും മാനസികമായ ശേഷികളെയും വലിയ രൂപത്തിൽ തളർത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ദിവസേന കാണുന്നത്. ഈ അടുത്ത കാലത്ത് കലാലയങ്ങളിലും പൊതുവിടങ്ങളിലുമെല്ലാം വിദ്യാർത്ഥികളും യുവാക്കളും നിരോധിത ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ആക്രമണ പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നു. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ലഹരിയുടെ ഉപയോഗമാണ്. വിമുക്തി നോഡൽ ഓഫീസർ MC സാബു ക്ലാസ് നയിച്ചു. ഈ ഫുട്ബോൾ കയ്യിൽ നിന്ന് താഴെ വെക്കത്തില്ല. ചില കുട്ടികൾ, നമ്മളല്ല, ചില കുട്ടികൾ ആഹാരം കഴിക്കാൻ പോലും ഈ സാധനം കൈപിടിച്ചോണ്ട് ഇങ്ങനെ ചെയ്യത്തില്ലേ? അതുപോലെ ഈ സാധനം കൈപിടിച്ചോണ്ട് ഇങ്ങനെ ആഹാരം കഴിക്കത്തില്ലേ? അതുപോലെ മെസ്സി എന്ന് പറഞ്ഞ ആ കുട്ടി ഈ ഫുട്ബോളുമായിട്ട് അതുപോലെ താതാത്മ്യം പ്രാപിച്ചിട്ട് അത് ലഹരിയായി അഡിക്ഷനിലേക്ക് പോയി അദ്ദേഹത്തിന്. അങ്ങനെ ശരീരം വലുതായി അദ്ദേഹം ട്രെയിനിങ്ങിനൊക്കെ പോയി വൺ സെറ്റപ്പായി. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരും ലോകത്തിലെ അറിയപ്പെടാത്ത ആളില്ല മെസ്സിയെ കുറിച്ച്, അല്ലേ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഈ കുഞ്ഞു കട്ടപ്പനയിൽ, ഈ അമ്പലക്കവലയിൽ മെസ്സിയെ കുറിച്ച് പറയുമ്പോൾ ഹൃദയവികാരം കൊള്ളുന്ന ചെറുപ്പക്കാരും കൊച്ചു പയ്യന്മാരൊക്കെ ഉണ്ട്, അല്ലേ? KJ സാജു അധ്യക്ഷനായിരുന്നു. കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പൊന്നമ്മ സുഗതൻ, നിയാസ് അബു, CS അഭിലാഷ് എന്നിവർ സംസാരിച്ചു.
ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഗാർഡനിൽ വെച്ചാണ് ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്നവരാണ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ. കഴിഞ്ഞ കാലങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിരവധി സമരങ്ങൾ നടത്തി ഒട്ടേറെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. വളരെ കുറച്ചുകാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും അംഗങ്ങളുള്ള സംഘടനയായി DAWF മാറാൻ കഴിഞ്ഞു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ആ വലിയ ശക്തിയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം എന്നുള്ള ബോധ്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു സംഘടിത രൂപത്തിന് രൂപം നൽകിയത്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് മുഖ്യധാര പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ 14 ജില്ലയിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്, BJP, CPM, മുസ്ലിം ലീഗ് പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഏതാണ്ട് അതേ ശക്തിയിലേക്ക് പൂർണ്ണമായും ആ ലെവലെത്തി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് ആ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾക്കൊപ്പം എത്താൻ പറ്റുന്ന ഏതാണ്ട് ഒരു ശക്തിയിലേക്ക് ഇന്ന് നമ്മളുണ്ട്. 14 ജില്ലയിലും തീരുമാനിച്ച സമയത്ത് തീരുമാനിച്ച ദിവസം 14 ജില്ലയിലും ഒരു പരിപാടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ മാത്രം ശക്തിയുള്ള ഒരു സംഘടനയാണ് DAWF. ഏരിയ പ്രസിഡന്റ് പ്രീത മനോജ് അധ്യക്ഷയായിരുന്നു. കൺവെൻഷനിൽ ആക്ടറും ഡയറക്ടറുമായ ശരത് തേനുമൂല വിശിഷ്ട അതിഥിയായി. ജില്ലാ സെക്രട്ടറി TS ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ഫൈസൽ ജാഫർ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെന്നി മാത്യു, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് SK ശിവൻകുട്ടി, ഏരിയ സെക്രട്ടറി CB സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ശ്യാമ TM തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും വരും തലമുറയ്ക്കും വലിയ ഗുണകരമാകുമെന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനും കോട്ടയം കാരിത്താസ് ആശുപത്രിയും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയും വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഇടവകയും സംയുക്തമായി നടത്തിയ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് പാരിഷ് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. മനുഷ്യൻ ഏറ്റവും ദുർബലനാകുന്ന അവസ്ഥ അവൻ രോഗിയാകുമ്പോഴാണെന്നും ആശുപത്രികൾ മനുഷ്യന്റെ അഭിവാജ്യ ഘടകമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. പ്രസക്തമായ ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ വെള്ളയാങ്കുടിയിൽ വെച്ച് നടത്തുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അവരുടെ എല്ലാവരുടെയും പേരിൽ മർച്ചൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ കാരിത്താസ് ആശുപത്രിയും സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. മനുഷ്യന് ഏറ്റവും ദുർബലനാകുന്ന അവസ്ഥ അവൻ രോഗിയാകുമ്പോഴാണ്. നമ്മളെല്ലാവരും മിടുക്കരായിട്ട് ഇരിക്കുന്ന നമ്മൾ ഒരു ദിവസം രോഗക്കിടക്കയിലായി കഴിയുമ്പോൾ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും എല്ലാമാണ്. ആശുപത്രികളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ ആശുപത്രി സൗകര്യങ്ങളുടെ എടുത്തു നോക്കിയാൽ വളരെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ മർച്ചൻസ് അസോസിയേഷൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഇവിടെ പ്രത്യേകമായിട്ട് പ്രകടമാക്കുന്നുണ്ട്. കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ന്യൂറോളജി, കാർഡിയോളജി, ഓങ്കോളജി, യൂറോളജി, ഡെർമറ്റോളജി, ENT വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെ പീഡിയാട്രിക്, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരും രോഗികളെ പരിശോധിച്ചു. പരിശോധന നടത്തി ആവശ്യമുള്ളവർക്ക് സൗജന്യമായി മരുന്നും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടുത്തി ചികിത്സയും ലഭ്യമാക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട, മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, അഡ്വക്കേറ്റ് MK തോമസ്, വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഫെറോന വികാരി ഫാദർ തോമസ് മണിയാട്ട്, വെള്ളയാങ്കുടി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ ഖൗസരി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് മരുന്ന് വിതരണവും ബോധവൽക്കരണവും നടത്തിയത്. മുതിർന്ന പൗരന്മാരിലെ ശ്വാസകോശ രോഗങ്ങൾ കണ്ടെത്തുകയും ചികിത്സ ഉറപ്പുവരുത്തുകയും മാനസികമായി പിന്തുണ നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി പണ്ട് ഇവിടെ കമ്പിളിയും കട്ടിലുമൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, നമുക്കറിയാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് അവർക്ക് എന്താണ് ഉന്നമനത്തിന് വേണ്ടിയുള്ളത്. ഒരു കമ്പിളിയും കട്ടിലും ഒരു കട്ടിലൊന്നുമില്ലാത്തൊരു വീട് ഇന്ന് കാണുകയെന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരു മാതാപിതാക്കളും കട്ടിലും ഇല്ല, ഒരു കമ്പിളി ഇല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കാഞ്ചാറിലില്ല. പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, നമുക്ക് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രഷർ നോക്കുക, ഷുഗർ നോക്കുക. നമുക്കറിയാം തൊട്ടടുത്ത സബ് സെൻ്ററൊക്കെ 5 എണ്ണം ഉണ്ടെങ്കിൽ പോലും ചില അകലെയായി. പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ നമുക്ക് നോക്കാം, നമുക്ക് ഷുഗർ നോക്കാം. അപ്പം നമ്മുടെ ആഹാരത്തിന് അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും വീട്ടിലിരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു വന്നത്. പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐശ്വര്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ സിറാജ് എൻ, അനീഷ് ജോസഫ്, നിഖിത പി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ അടിമാലി 1000 ഏക്കറിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൂവൽ സ്പർശം 2025 എന്ന പേരിലായിരുന്നു പരിപാടി നടന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൂവൽ സ്പർശം 2025 എന്ന പേരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. 1000 ഏക്കർ സെന്റ് തോമസ് ദൈവാലയ പാരീഷ് ഹാളിലായിരുന്നു സംഗമം നടന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അധ്യക്ഷയായിരുന്നു. പാലിയേറ്റീവ് ടീമിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് പാലിയേറ്റീവ് സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട, പാലിയേറ്റീവ് നഴ്സ് സ്മിത EV, വെള്ളത്തൂവൽ മെഡിക്കൽ ഓഫീസർ സെബിൻ കുരുവിള, മിസറി പരിക്കുട്ടി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷയശ്രീ രാജാക്കാട് പഞ്ചായത്ത് മിഷനും മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയും അക്ഷയശ്രീ ഫാർമേഴ്സ് സർവീസ് സെന്ററും സംയുക്തമായി കൃഷി വികസന സെമിനാർ സംഘടിപ്പിച്ചു. രാജാക്കാട് പഴയവിടുതി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കാർഷിക സെമിനാർ അക്ഷയശ്രീ ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി മണികണ്ഠ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ പുതിയ മാറ്റങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക, കർഷകരെ ആദരിക്കൽ, കൃഷി ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള സെമിനാർ, കാർഷിക മരുന്നുകളുടെ സ്റ്റാളുകൾ എന്നിവയാണ് സെമിനാറിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി കർഷകർക്ക് ഗുണപ്രദമായ കൃഷിരീതികൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ച സെമിനാർ അക്ഷയശ്രീ ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി മണികണ്ഠ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി MDയും സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗവുമായ ദിലീപ് P പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച കർഷകരെയും സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു. അക്ഷയശ്രീ രാജാക്കാട് പഞ്ചായത്ത് മിഷൻ വൈസ് പ്രസിഡന്റ് PK മോഹന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ ദാനിയേൽ, PK പ്രസന്നൻ, സന്തോഷ് ഇടമന, PG രവീന്ദ്രൻ, ഗോപാലകൃഷ്ണൻ, VR സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാന്തമ്പാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുധാകർ സൗന്ദർരാജ് സെമിനാർ നയിച്ചു. കമ്പളികണ്ഠം ശ്രീ സ്വയംവര പാർവതി ക്ഷേത്രത്തിലെ മഹാപ്രതിഷ്ഠാ മഹോത്സവം മാർച്ച് 23 മുതൽ ഏപ്രിൽ 4 വരെ നടക്കും. മാർച്ച് 23 രാവിലെ 6 ഗുരുപൂജ, ഗണപതി ഹോമം, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം എന്നീ ചടങ്ങുകളും വൈകിട്ട് 5:30 ശ്രീ ലളിത സഹസ്രനാമം, ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും നടക്കും. 24 മുതൽ 25 വരെ പതിവ് ക്ഷേത്രാചാര ചടങ്ങുകൾ ഉണ്ടാകും. 26-ാം തീയതി രാവിലെ 11 അടിമാലി ശാന്തഗിരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും നിരവധി വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കമ്പളികണ്ഠം ശ്രീ സ്വയംവര പാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് വിഗ്രഹ ഘോഷയാത്ര നടക്കും. മാർച്ച് 29 താഴികക്കുടം പ്രതിഷ്ഠയും വൈകിട്ട് 5:30 പ്രസാദ ശുദ്ധിക്രിയകളും അസ്ത്രകലശപൂജയും നടക്കും. രാത്രി 7:30 ബിന്ദു പത്മകുമാർ എഴുതിയ സംഗീത ആൽബത്തിന്റെ സമർപ്പണം നടക്കും. കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ ആൽബം പ്രകാശനം ചെയ്യും. തുടർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. മാർച്ച് 30 പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ 6 മണിക്ക് ഗുരുപൂജയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9:15 10:20 മധ്യേ ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠ നടക്കും. വൈകിട്ട് 5:30 കലശ മണ്ഡപശുദ്ധി, നടക്കൽ അത്താഴപൂജ എന്നിവ ഉണ്ടായിരിക്കും. മാർച്ച് 31 മുതൽ ഏപ്രിൽ 3 വരെ പതിവ് ക്ഷേത്രാചാര ചടങ്ങുകളും ഏപ്രിൽ 2-5 നട തുറക്കൽ, കാണി കാണിക്കൽ എന്നിവയും നടക്കും. ഏപ്രിൽ 4 മീനത്തിരുവാതിര മഹോത്സവം നടക്കുക. പുരാതന ക്ഷേത്രമായ ശ്രീ കമ്പളികണ്ഠം സ്വയംവര പാർവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കർമ്മവും തിരുവുത്സവവും നടക്കുകയാണ്. മാർച്ച് മാസം 23 തീയതി തുടങ്ങി ഏപ്രിൽ 4 വരെയാണ് പ്രതിഷ്ഠാകർമ്മങ്ങളും ഉത്സവവും നടക്കുന്നത്. ഈ ഉത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ക്ഷേത്ര സമർപ്പണ സമാപന സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിക്കും. യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടനവും ക്ഷേത്ര സമർപ്പണവും നിർവഹിക്കും. യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തും. ജോയിന്റ് കൺവീനർ കെ എസ് രതീഷ് കുമാർ സംഘടനാ സന്ദേശം നൽകും. ബ്രഹ്മശ്രീ ഗോപാലൻ തന്ത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ക്ഷേത്രം ഭാരവാഹികളായ ഗോപി ഓലിയാനിക്കൽ, കെ വി വിജയൻ കുന്നേൽ, നോബി ഇടക്കാട്ട്, പി എൻ ശശി പുതുപ്പറമ്പിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഉപ്പുതറയിൽ ചാൻഡീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം അനു സിത്താര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ രുചി വൈവിധ്യങ്ങൾക്ക് പുറമെ നോർത്ത് ഇന്ത്യൻ, തന്തൂർ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ വിഭവങ്ങളും ചാൻഡീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വിഭാഗത്തിനും വിദഗ്ധരായ ഷെഫുമാർ, അത്യാധുനിക രീതിയിലുള്ള കിച്ചൺ, വിശാലമായ പാർക്കിംഗ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കഴിഞ്ഞു. കുട്ടികൾക്കും അമ്മമാർക്കുമായി ഫീഡിംഗ് റൂം സൗകര്യവും റെസ്റ്റോറന്റിലുണ്ട്. കൂടാതെ AC, non-AC റൂമുകളും ലഭ്യമാണ്. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം അനു സിത്താര നിർവഹിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഉപ്പുതറയിലേക്ക് വന്ന എക്സ്പീരിയൻസ് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു ഹൈ റേഞ്ചുകാരിയാണ്. എൻ്റെ നാട് വയനാടാണ്. ഉപ്പുതറയിൽ ആദ്യമായിട്ടാണെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ വന്നു അതേ ഫീലാണുള്ളത്. നാട്ടുകാരെ കാണുമ്പോഴായാലും ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ആയാലും എൻ്റെ നാട്ടിൽ എവിടെയോ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊരു പുതിയ സ്ഥലമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചാൻഡീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉപ്പുതറയിൽ വരാനും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും സാധിച്ചതിൽ. അപ്പോൾ ഞാനിവിടെ വരുമ്പം ഇവിടെ ചാൻഡീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് അലക്സ് ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി വേറെ ഒരാൾക്ക് വിൽക്കുകയും പിന്നെ പല പല ആളുകൾ ഈ പ്രോപ്പർട്ടി വാങ്ങുകയും പിന്നീട് ഒരു പുതിയ സംരംഭം തുടങ്ങണം എന്ന ആഗ്രഹം വന്നപ്പോൾ അത് സ്വന്തം നാട്ടിൽ അന്ന് അപ്പൂപ്പന്മാർ വിറ്റ അതേ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് തുടങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ചാൻഡീസ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി രുചിയുള്ള ഭക്ഷണം വിളമ്പുക എന്നൊരു ഉദ്ദേശം കൂടെ അതിൻ്റെ പിറകിലുണ്ട്. എന്തായാലും അലക്സിൻ്റെ വൈഫ് അനുവിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നവർ രണ്ടുപേരും കൂടിയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ വലിയൊരു തുടക്കമാവട്ടെ. ഇവിടെ ഉപ്പുതറയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ലോകം മുഴുവൻ ചാൻഡീസ് റെസ്റ്റോറൻറ്റിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ചാൻഡീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേ കൃത്യമായ ആശംസകൾ നേരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ അലക്സ് ജോസഫ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്, അനു അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ, സിബി മുത്തുമാംകുഴിയിൽ, കലേഷ് കുമാർ K, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വയ്ക്കാനായില്ല. കടുവ കാട് കയറിയിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ വനം വകുപ്പ്. അടുത്ത ദിവസവും ദൗത്യം തുടരും. ഇതിനിടെ വനം വകുപ്പിനെതിരെ പ്രദേശവാസികൾ. കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ അത് റവന്യൂ വകുപ്പിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ചിലർ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. കയ്യേറ്റങ്ങൾ തടയുവാനും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും പോലീസിനും അധികാരമുണ്ടെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. CPI കുടിയേറ്റക്കാർക്കൊപ്പവും കയ്യേറ്റക്കാർക്കെതിരെയുമാണെന്നും K സലിംകുമാർ. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം നിവാസികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ഡീൻ കുര്യാക്കോസ് MP.
ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്നതിനുള്ള അധികാരം വനം വകുപ്പിന് ആരും കൽപ്പിച്ചു നൽകിയിട്ടില്ലെന്നും ഡി കുര്യാക്കോസ്. പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന ആരോപണവുമായി കുടുംബം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.